അങ്ങ് സൗദിയിൽ ഇബ്നു അബ്ദുൽ വഹാബ് രക്തവിപ്ലവം നടത്തി. അന്ന് സുന്നി മുസ്ലിമീങ്ങൾക്ക് സംഘടിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് സൗദിയിലെ സുന്നികൾ അനുഭവിക്കുന്നതെങ്കിൽ അതിലുപരി വലിയ പ്രതിരോധം തീർത്തതുകൊണ്ടാണ് കേരളീയ മുസ്ലിം പരിസരത്ത് സുന്നികൾക്ക് ഇത്ര ബലവും ആയുധവും ഏറ്റവും മൂർച്ചയുള്ള ആയുധങ്ങളായി പ്രയോഗിക്കാൻ കഴിഞ്ഞതെന്ന് വലിയ വസ്തുതയാണ്. അങ്ങനെ 1920കളുടെ പരിസരത്തിൽ വരക്കൽ മുല്ലക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരടക്കം സമസ്തയുടെ സമുന്നതരായ നേതൃത്വം കേരളീയ മുസ്ലിം പരിസരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സുന്നികൾക്ക് വെള്ളവും വളവും കൊടുത്ത് നമ്മുടെ ആശയങ്ങൾക്ക് മൂർച്ച കൊടുത്തതുകൊണ്ട് വഹാബിസത്തിന്റെ മുനയൊഴിച്ചുകൊണ്ട് കേരളീയ സാമൂഹ്യ പരിസരത്തെ പരിഷ്കരിച്ചെടുക്കാൻ സാധിച്ചു. ലോകത്തിന് തന്നെ മാതൃകയായ മദ്രസ സംവിധാനം ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തിയത് ഒരു പക്ഷേ നമ്മുടെ കേരളീയ പരിസരത്തിലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. 1970കളായപ്പോഴേക്കും കേരളീയ സുന്നി മുസ്ലിങ്ങളെ ഭൗതികപരമായും മതപരമായും വിദ്യാഭ്യാസം നൽകാനും സംസ്കരിക്കാനും സുന്നികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ വസ്തുതയാണ്.